വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേൾഡ് ജോഗ്രഫിയിലെ ഭൂമിയുടെ ഘടനയെ കുറിച്ചാണ്. ഭൂമിയുടെ ഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ക്രസ്റ്റ്, അത് അല്ലെങ്കിൽ ഭൂവൽക്കം, മാൻഡില്, കാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ നമ്മൾ പഠിക്കണം. പലർക്കും അത്രയ്ക്കധികം ഇഷ്ടമില്ലാത്ത ഒരു ഭാഗമാണ്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ആകൃതി പഠിക്കണം. ഭൂമിയുടെ ആകൃതി നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഭൂമിയുടെ ആകൃതി എന്താണ്? ജിയോയിഡ് ആകൃതിയാണ് ഭൂമിക്ക്. എന്താകൃതിയാണ്? ജിയോയിഡ് ആകൃതി. ജിയോയിഡ് ആകൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധ്രുവപ്രദേശങ്ങളിൽ പരന്നായിരിക്കണേത്. ധ്രുവപ്രദേശങ്ങളിൽ പരന്നും മധ്യഭാഗം ചെറുതായിട്ട് വീർത്തുമായിട്ടുള്ള ഒരു ആകൃതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആകൃതിയാണ്. ആ ആകൃതിയാണ് നമ്മൾ ഗോളാകൃതിയാണോ ചോദിച്ചാൽ ഗോളാകൃതിയല്ല. അങ്ങനെയുള്ള ധ്രുവപ്രദേശങ്ങളിൽ പരന്നതും മധ്യഭാഗത്ത് ചെറുതായിട്ട് വീർത്തുമായിട്ടിരിക്കുന്ന ഒരു ഗോളാകൃതി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ആ ആകൃതിയാണ് നമ്മൾ ജിയോയിഡ് ആകൃതി എന്ന് പറയണം. അപ്പൊ ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താ അറിയോ നിങ്ങൾക്ക്? ഭൂമിയുടെ ആകൃതി എന്നാണ്. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പൊ ഭൂമിയെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമിയുടെ ആകൃതിയെ കുറിച്ച് പഠിച്ചു. ഇനി ഭൂമിയുടെ ഘടനയെ കുറിച്ചാണ് പഠിക്കണേ. ഭൂമി എങ്ങനെയാ നിൽക്കണേ എന്നാണ് നമ്മൾ പഠിക്കണേ. അപ്പൊ ഭൂമിയുടെ ഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയുടെ അന്തർഭാഗത്തെ കുറിച്ചും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കണം. അങ്ങനെ ഭൂമിയുടെ ഈ അന്തർഭാഗത്തെ കുറിച്ചും ഭൂമിയിൽ എന്തൊക്കെ വസ്തുക്കൾ ഉള്ളേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഭൂഗർഭശാസ്ത്രം അഥവാ ജിയോളജി എന്ന് അത്രേ. എന്താണ് ജിയോളജി എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ അന്തർഭാഗത്തുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് വിളിക്കുന്ന പേര് ജിയോളജി അഥവാ ഭൂഗർഭശാസ്ത്രം എന്നാണ്. ഓർത്തു വയ്ക്കുക. ഇനി ഭൂമിയുടെ ഘടനയെ കുറിച്ച് പഠിക്കാം കേട്ടോ. 3 ലെയർ ആയിട്ടാണ് ഭൂമി ഉള്ളത്. നമ്മൾ മുട്ട ഒന്ന് ഓർത്തു നോക്കാം. മുട്ട പുഴുങ്ങി കഴിഞ്ഞ് എങ്ങനെയാ? മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ ആദ്യം മുട്ടയുടെ ഒരു തോട്, അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം, അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ണി. 3 ഭാഗങ്ങളായിട്ടാണ് മുട്ട കാണുന്നത് അല്ലെ. അതുപോലെ തന്നെ ആ മുട്ടയുടെ പുറം തോടിനെ, ആ വെള്ളത്തോടിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രസ്റ്റ് എന്ന് വിളിക്കാം. അതിന്റെ ഉള്ളിലുള്ള വെളുത്ത ഭാഗത്തെ, കട്ടിയുള്ള വെളുത്ത ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മാൻഡിൽ എന്ന് വിളിക്കാം. ഇതിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം മഞ്ഞേനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കോർ എന്ന് വിളിക്കാം. അങ്ങനെ ക്രസ്റ്റ്, മാൻഡില്, കോർ, അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ്, 3 ലെയറുകളായിട്ടാണ് നമ്മുടെ ഭൂമിയുടെ ഘടന. അപ്പൊ ഭൂമിയുടെ ഘടനയെ നമ്മൾ 3ആയിട്ട് തിരിച്ചു. ക്രസ്റ്റിനെ മലയാളത്തിൽ ഭൂവൽക്കെന്നും വിളിക്കും. ക്രസ്റ്റിനെ എന്ത് വിളിക്കും? ഭൂവൽക്കെന്ന് വിളിക്കും. രണ്ടാമത്തത് മാൻഡിൽ എന്ന് തന്നെയാ പറയണ, കേട്ടക്കണ. അല്ലാണ്ട് മാൻഡിലിന് വേറൊരു പേരൊന്നും കേട്ടിട്ടില്ല കേട്ടോ. മാൻഡിൽ എന്ന് പറഞ്ഞാൽ മാൻഡിൽ തന്നെ എന്നാ പറയണ. ഇനി കോറുണ്ട്. കോറിനെ നമ്മൾ കാമ്പ് എന്ന് വിളിക്കും. കോറിനെ എന്താ വിളിക്കുക? കാമ്പ് എന്ന് വിളിക്കുക. അപ്പൊ ക്രസ്റ്റ്, മാൻഡില്, കോറ്, ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. അങ്ങനെയാണ് എന്ത്? ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു ഇരിപ്പ്, ലെയർ അങ്ങനെയാണ്. അതിന്റെ ഏറ്റവും മുകളിലുള്ള മുട്ടയുടെ തോട് നമ്മൾ പറഞ്ഞു, ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. അപ്പൊ എന്താ പറയാ? അതിന്റെ പുറമേയുള്ള തോട്, ഭൂമിയുടെ പുറമേയുള്ള പുറംതോട് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര കട്ടിയുള്ള ഭാഗം. ഉള്ളതിൽ ഇപ്പൊ മുട്ടയെന്ന് സങ്കല്പിച്ചു നോക്കിയേ, ഉള്ളതിൽ കട്ടിയുള്ള ഭാഗം. പക്ഷെ പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ 3 ലെയർ പഠിക്കണില്ലേ, അതിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഭാഗം ഏതാത്രേ? നമ്മുടെ ക്രസ്റ്റ് എന്നാ പറയണ. പക്ഷെ പറയുമ്പോൾ നമ്മൾ കട്ടിയുള്ള ഭാഗം എന്ന് പറയിച്ചാലും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഭാഗം ഏതാണ്? ക്രസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് കാണപ്പെടുന്നത്. ധാരാളം ശിലകളും ധാരാളം ധാതുക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭൂമിയുടെ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയാ? ക്രസ്റ്റാ പറയാ. അപ്പൊ ക്രസ്റ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാ പറഞ്ഞത്. അതായത് ഭൂമിയുടെ പുറന്തോട് എന്നതിനെ വിളിക്കാം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്ന് വിളിക്കാം. കമ്പാരിറ്റീവ്ലി എന്താ പറയണേ? ശിലകൾ കൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള ഭാഗമാണെങ്കിലും കമ്പാരിറ്റീവ്ലി ഭൂമിയുടെ മറ്റ് 2 ഘടകങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഘടനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ സാന്ദ്രത കുറവാണ്. ഈ ഭൂമിയുടെ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്ന ഈ ഘടനയെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിന് ഒന്ന് പറയുന്നത് വൻകര ഭൂവൽക്കം എന്നും അടുത്തതിനെ പറയുന്നത് കടൽ ഭൂവൽക്കം എന്നുമാണ്. എന്താ പറയണേ? ഒന്ന് വൻകര ഭൂവൽക്കം എന്ന് വിളിക്കും, അടുത്തതിനെ കടൽ ഭൂവൽക്കം എന്ന് വിളിക്കും. ഈ വൻകര ഭൂവൽക്കത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കനും അലുമിനിയവുമാണ്. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കനും അലുമിനിയവുമാണ്.
അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ നമ്മൾ സിയാൽ എന്ന വേറൊരു പേര് കൂടിയിട്ട് വിളിക്കും. സിലിക്കനും അലുമിനിയം ധാരാളം കാണപ്പെടുന്ന വൻകര ഭൂവൽക്കത്തിന്റെ മറ്റൊരു പേരെന്താണ്? സിയാലാണ്. അടുത്തത് കടൽ ഭൂവൽക്കണ്ട്. കടൽ ഭൂവൽക്കത്തിന്റെ പ്രത്യേകത അവിടെ സിലിക്കവും മാഗ്നീഷ്യവും ആണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് കടൽ ഭൂവൽക്കത്തിന്റെ അപരനാമം എന്താണ്? സിമ എന്നാണ്. എന്താണ്? സിമ എന്നാണ്. അപ്പൊ നമ്മൾ ഭൂമിയെ കുറിച്ച് ഒന്നും കൂടെ പറയാണ്. ഭൂമിയുടെ ആകൃതി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആകൃതിയാണ്. ധ്രുവ പ്രദേശങ്ങളില് പരന്നായിരിക്കണേ, മധ്യഭാഗത്ത് ചെറുതായിട്ട് വീർത്തായിരിക്കണേ, അങ്ങനെയുള്ള ജിയോയിഡ് ആകൃതിയിലാണ് ഭൂമിയുള്ളത്. ഭൂമിയുടെ അന്തർഭാഗത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിന് അതിന്റെ ശാസ്ത്രശാഖയ്ക്ക് വിളിക്കുന്ന പേര് ജിയോളജി എന്നാണ്. എന്താ വിളിക്കണേ? ജിയോളജി. ഭൂമിയുടെ അന്തർഭാഗത്തുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് നമ്മൾ ജിയോളജി എന്ന് വിളിക്കണു എന്ന് പറഞ്ഞു. ഇനി ഭൂമിയുടെ ഘടനയെ കുറിച്ച് പറയാണ്. ഭൂമിയുടെ ഘടന ഒരു പുഴുങ്ങിയ മുട്ടയുടെ പോലെ ഓർത്തു വെക്കുക അല്ലെ. അതായത് 3 ഘടകങ്ങളാണുള്ളത്, 3 ഘടനയാണ് ഭൂമിക്കുള്ളത്. ഒന്ന്, ഏറ്റവും പുറമേയുള്ള ക്രസ്റ്റ്, അതായത് മുട്ടയുടെ തോട്. അടുത്തത് അതിന്റെ ഉള്ളിലെ മാൻഡിൽ, മുട്ടയുടെ വെള്ള. അടുത്ത ഉള്ളിലെ കോറ്, മുട്ടയുടെ ഉണ്ണി. 3 ഭാഗങ്ങളായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക. ക്രസ്റ്റ്, മാൻഡിൽ, കോറ്. അതിന്റെ മലയാളം എന്താ? ക്രസ്റ്റ്, മാൻഡിൽ, കാമ്പ്. മാൻഡിൽ എന്ന് തന്നെയാ പറയാം. നമ്മൾ ക്രസ്റ്റിലേക്ക് വരികയാണ്. ക്രസ്റ്റ് നമ്മൾ പറഞ്ഞുല്ലോ, ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ പുറം തോട് എന്ന് വിളിക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് 2 ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ സാന്ദ്രത കുറവാണ്. ഈ ക്രസ്റ്റിനെ അല്ലെങ്കിൽ ഭൂവൽക്കത്തെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് വൻകര ഭൂവൽക്കം എന്നും അടുത്തത് കടൽ ഭൂവൽക്കം എന്നും. വൻകര ഭൂവൽക്കം എന്നും കടൽ ഭൂവൽക്കം എന്നും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? വൻകര ഭൂവൽക്കത്തിൽ എന്താ കാണണേ? അവിടെ ധാരാളം സിലിക്കണും അതുപോലെ തന്നെ അലുമിനിയം കാണും. ധാരാളം സിലിക്കണും അതുപോലെ തന്നെ അലുമിനിയവും കാണും. അപ്പൊ സിലിക്കണും അലുമിനിയം കൂടി കാണപ്പെടുന്ന ഈ ഭാഗത്തിന് അപരനാമം സിയാൽ എന്നാണ്. അപ്പൊ വൻകര ഭൂവൽക്കത്തിന് എന്തുകൂടി വിളിക്കും? സിയാൽ എന്നുകൂടി വിശേഷിപ്പിക്കുന്നു, മനസ്സിലാക്കുക. ഇനി അടുത്തത് കടൽ ഭൂവൽക്കാണ്. കടൽ ഭൂവൽക്കത്തിന്റെ പ്രത്യേകത എന്താ? കടൽ ഭൂവൽക്കത്തില് എന്തൊക്കെയാ കാണുന്നതെന്നാ പറയണേ? സിലിക്കനും അതുപോലെ തന്നെ മാഗ്നീഷ്യവും കാണുന്നേ. കടൽ ഭൂവൽക്കത്തില് സിലിക്കവും മാഗ്നീഷ്യവും. അപ്പൊ സിലിക്കനും മാഗ്നീഷ്യവും കൂടി ചേർന്ന ആ ഭാഗത്തെ നമ്മൾ സിമ എന്നാ വിളിക്കണം. അപ്പൊ കടൽ ഭൂവൽക്കത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, എന്താ? സിമ. അപ്പൊ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ക്രസ്റ്റും അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്ന ഭാഗം. ക്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത്, അതായത് ആ മുട്ടയുടെ തോട് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വെള്ള ഭാഗമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ വെള്ള ഭാഗം, ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് മാൻഡിൽ എന്നാണ്. എന്താ വിളിക്കണേ? മാൻഡിൽ. അപ്പോ എന്താ പറയാ, ശരിക്കും ക്രസ്റ്റ് കഴിഞ്ഞു, അടുത്ത മാൻഡിൽ വന്നു, അടുത്തത് എന്താണ്? കോറ് വരുന്നു. അപ്പൊ നമ്മളിപ്പോ 3 അടുക്ക് പോലെയാ കാണുന്നത്. അപ്പൊ 3 വീടുകൾ അടുപ്പിച്ച് വെക്കാൻ വെച്ചാൽ അതിന്റെ ഇടയിൽ ഒരു മതിലുണ്ടാവും അല്ലേ. അതായത് ഒരു വരമ്പ് വേണം, അല്ലെങ്കിൽ അതിനൊരു അതിർത്തി വേണം. അപ്പൊ അതുപോലെ തന്നെ ഈ ക്രസ്റ്റിനും മാൻഡിലിനും ഒരു അതിർവരമ്പ് ഉണ്ട്. അപ്പൊ ക്രസ്റ്റിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പിനെ നമ്മൾ വിളിക്കുന്നു മെഹറോവിസ്ക് വിച്ഛിന്നത. എന്താ വിളിക്കണേ? മെഹറോവിസ്ക് വിച്ഛിന്നത. ക്രസ്റ്റിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പിനെ വിളിക്കുന്ന പേര് മെഹറോവിസ്ക് വിച്ഛിന്നത എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ക്രസ്റ്റിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പിനെ മെഹറോവിസ്ക് വിച്ഛിന്നത എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ മാൻഡിലേക്ക് വന്നു. അപ്പൊ മാൻഡിലിൻ ബിറ്റ്വീൻ എവിടേക്കാണ്? ക്രസ്റ്റിന്റെയും കോറിന്റെ ഇടയിലാവും അല്ലെ. ഏറ്റവും മുകളിൽ ക്രസ്റ്റ്, ഏറ്റവും താഴെ കോറ്, അതിന്റെ ഇടയിലുള്ള ആളാണ് ആര്? മാൻഡിൽ അല്ലെ. ഈ മാൻഡില് ശരിക്കും ക്രസ്റ്റ് കഴിഞ്ഞാൽ 2900 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കണതാണ് അത്ര. ഏത്? മാൻഡിൽ എന്നാ പറയണത്. ഭൂവൽക്കത്തിന്റെ ഏറ്റവും താഴെയായിട്ട്, തൊട്ട് താഴെയായിട്ട് ആരെ കാണുന്നു? മാൻഡിലിനെ കാണുന്നു. ഈ മാൻഡിലിനെ തന്നെ നമുക്ക് 2ആക്കാം. ഒന്ന് അപ്പർ മാൻഡിലും അടുത്തത് ഇന്നർ മാൻഡിലും. മാൻഡിലിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 2ആയി തിരിക്കാം. ഒന്ന് അപ്പർ മാൻഡിൽ, അടുത്തത് ഇന്നർ മാൻഡിൽ. മാൻഡിലിനെ എത്രയായി തിരിക്കാം? 2ആയി തിരിക്കാം. ഒന്ന് ഏതാണ്? അപ്പർ മാൻഡിലും അടുത്തത് ഇന്നർ മാൻഡിലുമാണ്. അതില് നമ്മളിപ്പോ അപ്പർ മാൻഡിലിന്റെയും ഇന്നർ മാൻഡിലിന്റെയും കാര്യം പറഞ്ഞു. ഇപ്പൊ ക്രസ്റ്റ് ആണ് ഏറ്റവും മുകളിൽ കിടക്കണേ. ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ടായിരിക്കും ആര് കിടക്കുന്നുണ്ടാവുക? അപ്പർ മാൻഡിൽ. മുകളിലുള്ള ഭാഗത്തെ നമ്മൾ അപ്പർ എന്നല്ലേ വിളിക്കുക. ആ ക്രസ്റ്റിലും അപ്പർ മാൻഡിലും കൂടിയിട്ടുള്ള ഭാഗത്തെ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ക്രസ്റ്റിലും അപ്പർ മാൻഡിലും കൂടിയ ഭാഗത്തെ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു.
ഇതാണ് മോൾ ഭാഗം. ഏതിന്റെ? മാന്റിലിന്റെ മോൾ ഭാഗം, ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന്റെ മലയാള പേര് ശിലാമണ്ഡലം എന്നാണ്. എന്താണ് ലിത്തോസ്ഫിയറിന്റെ എന്താ പറയാ മലയാളം? ശിലാമണ്ഡലം. ക്ലിയർ ആയോ? അതായത് ക്രസ്റ്റും അതുപോലെ തന്നെ അപ്പർ മാന്റിലും, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂവൽക്കം, ഏറ്റവും മുകളിലുള്ള പുറന്തോടും, അതുപോലെ തന്നെ മാന്റിലിന്റെ മോൾ ഭാഗം, അതിനെ നമ്മൾ രണ്ടിനെയും കൂടി കൂട്ടി വിളിക്കുന്നു ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ഇതാണ് ഉപരിഭാഗം. ഇനി അടുത്തത് ഇന്നർ മാന്റിലാണ്. അപ്പർ മാന്റിൽ കഴിഞ്ഞാൽ അടുത്തത് ഇന്നർ മാന്റിലാണ്. ഇന്നർ മാന്റില് ഏകദേശം 400 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇന്നർ മാന്റിൽ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയാ നമ്മൾ അഗ്നിപർവ്വതമൊക്കെ പൊട്ടി എന്താ പറയാ പുറത്തു വരുന്ന ഒരു ദ്രാവകം ഉണ്ട് അല്ലേ, മാഗ്മ. അതിന്റെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം, അതായത് അവിടെ അർദ്ധ ദ്രാവക അവസ്ഥയിൽ ശിലകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഇന്നർ മാന്റിൽ. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അർദ്ധദ്രാവകാവസ്ഥയിൽ ശിലകൾ കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ്? ഇന്നർ മാന്റിലാണ്. ഏതാണ്? ഇന്നർ മാന്റിലാണ്. അപ്പോ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന എന്ന് പറയുമ്പോ എന്താണ്? ശിലകളുടെ പോലെ ഒന്നുമല്ലല്ലോ. അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ആ ഭാഗത്തിന് കട്ടിയുണ്ടോ? ഇല്ല, കട്ടിയൊന്നുമില്ല. വളരെ ദുർലഭം. ദ്രാവകാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ കൊഴുകൊഴുത്ത് എന്ന് പറയുമ്പോൾ അതിന് കട്ടിയൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്നത് അസ്തനോസ്ഫിയർ എന്നാണ്. നേരത്തെ ലിത്തോസ്ഫിയർ അല്ലേ പറഞ്ഞ മുകളിലുള്ളത്. അപ്പൊ അതിന്റെ താഴെയുള്ള ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താത്രേ? ദുർലഭം എന്നാത്രേ. അതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ കിട്ടിയത്. അപ്പൊ ഈ മാന്റിൽ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആദ്യം തന്നെ മാന്റിലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ക്രസ്റ്റിന്റെയും കോറിന്റെയും നടുക്കാണ് മാന്റിൽ. ക്രസ്റ്റിന്റെയും കോറിന്റെയും നടുക്ക്, അതായത് നമ്മൾ പറഞ്ഞു മുട്ടയുടെ തോടും ഉണ്ണിയും അതിന്റെ നടുക്ക് കാണുന്ന വെള്ള. ആ വെള്ള കുറച്ച് കട്ടിയുള്ളതാണ്. അതിന് 2 ലെയർ ആക്കിയിട്ട് നമ്മൾ നോക്കാം. ആദ്യത്തെ മുകളിലത്തെ ലെയറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അപ്പർ മാന്റിൽ എന്ന് വിളിക്കുന്നു. അപ്പർ മാന്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? അവിടെ ഈ അപ്പർ മാന്റിലിന്റെ പ്രത്യേകത, അപ്പർ മാന്റിലും ഇത്തിരി കട്ടിയുള്ള ഭാഗമാണ്, അതാണ് ഉപരിഭാഗം. ഇനി അടുത്തത് ഇന്നർ മാന്റിൽ ഉണ്ട്. അത് വളരെ ലൂസ് ആയിട്ടുള്ള ദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ്. അങ്ങനെ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇനി അപ്പർ മാന്റിലും മുകളിൽ ഏതായിരിക്കണേ? ക്രസ്റ്റ്. ആ അപ്പർ മാന്റിലിനെയും ക്രസ്റ്റിനെയും കൂട്ടി നമ്മൾ എന്ത് വിളിക്കും? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് വിളിക്കും. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് വിളിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇന്നർ മാന്റിലാണ്. ഇന്നർ മാന്റില് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അവിടെ എന്താ പറയുന്നത്? സാന്ദ്രത അല്ലെ, കട്ടി വളരെ കുറവാണ്, ദുർലഭമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 400 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ ഏരിയയെ നമ്മൾ അസ്തനോസ്ഫിയർ എന്നാ വിളിക്കുന്നത്. അസ്തനോസ് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നത്. അസ്തനോസ് എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭം എന്നാണ് ആ മീനിങ് കേട്ടോ. അപ്പൊ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇനി അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴുള്ള ഏതാണ്? ആ മാഗ്മയുണ്ട് അല്ലേ, അതായത് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ, അതായത് മാഗ്മയുടെയൊക്കെ പ്രഭവ മണ്ഡലം ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ ഉത്തരം പറയണ്ടേ? അസ്തനോസ്ഫിയർ ആണ് ഉത്തരം പറയണ്ടേ. ക്ലിയർ ആയോ? ഇനി അടുത്തത് അപ്പോ നമ്മുടെ ക്രസ്റ്റും കഴിഞ്ഞു, അടുത്തത് മാന്റിലും കഴിഞ്ഞു. മാന്റിൽ കഴിഞ്ഞാൽ ഇനി അടുത്തത് പറഞ്ഞ ഏതാ? കോറ. അപ്പൊ മാന്റിലിന്റെയും കോറിന്റെ ഇടയിൽ ഒരു വരമ്പ് വേണ്ടേ? ആ മാന്റിലിന്റെയും കോറിന്റെയും ഇടയിലുള്ള വരമ്പിനെ നമ്മൾ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് വിളിക്കുന്നു. മാന്റിലിന്റെയും കോറിന്റെയും ഇടയിലുള്ള വരമ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗുട്ടൻബർഗ് വിച്ഛിന്നത. മാന്റിലിന്റെയും കോറിന്റെയും ഇടയിലുള്ളത്. ക്രസ്റ്റിന്റെയും മാന്റിലിന്റെയും ഇടയിലുള്ളതിനെ നമ്മൾ അതിർവരമ്പിനെ എന്താ വിളിച്ചേ? മെഹറോവിസ്ക് വിച്ഛിന്നത എന്ന് വിളിച്ചു. ഇനി മാന്റിലിന്റെയും കോറിന്റെയും ഇടയിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നാ പറഞ്ഞത്? മാന്റിലിന്റെയും കോറിന്റെ ഇടയിലുള്ളതിനെ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി കോറിനെ കുറിച്ച് പഠിക്കാൻ. കോറിനെയും നമ്മളിപ്പോ ക്രസ്റ്റിനെയും മാന്റിലിനെയും ഒക്കെ തിരിച്ച പോലെ കോറിനെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും. എന്താണ് ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും? ഇന്നർ കോറ് ഖരാവസ്ഥയിലും ഔട്ടർ കോറ് ദ്രാവകാവസ്ഥയിലുമാണ്. അത്ര ഓർത്തു വയ്ക്കുക. ഇന്നർ കോറ് ഖരാവസ്ഥയിലും ഔട്ടർ കോർ എങ്ങനെയാണ്? ദ്രാവകാവസ്ഥയിലുമാണ്. കോറിനെ കുറിച്ച് പറയുമ്പോൾ കോറിൽ കൂടുതലുള്ളത് നിക്കലും അതുപോലെ തന്നെ എന്തായിരിക്കും? ഈ നമ്മുടെ അയേണുമാണ്. നിക്കലും അയേണുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നിക്കലും അയേണും കൂടുതലുള്ളത് കൊണ്ട്, നിക്കലും അയേണും ചേർന്ന ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നിഫെ എന്ന് വിളിക്കുന്നു. ഈ ഏരിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? നിഫെ. നിക്കലും അയേണും ചേർന്നതായതുകൊണ്ട് കോറിന് വേറൊരു പേരും കൂടി ഉണ്ട്. കോറിന്റെ മറ്റൊരു പേരെന്താണ്? നിഫെ എന്നാണ്. കോറിന്റെ മറ്റൊരു പേരെന്താണ്? നിഫെ. അപ്പൊ കോറിനെ കുറിച്ചാ പറഞ്ഞേ.
കോറ്, ഏറ്റവും മുകളിൽ ക്രസ്റ്റ്, അടുത്തത് മാൻഡില്, ഏറ്റവും താഴെയുള്ള ഉണ്ണി നമ്മളല്ലേ, അതാണ് നമ്മുടെ കോറ്. കോറിന് തന്നെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? രണ്ടായി തിരിക്കാം. ഇന്നർ കോറും ഔട്ടർ കോറും. ഇന്നർ കോറും അതുപോലെ തന്നെ ഔട്ടർ കോറും രണ്ടായി തിരിക്കാം. അതില് എന്താ പറയുന്നത്, ഇന്നർ കോറും ഔട്ടർ കോറും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. അതിൽ നമ്മൾ പറഞ്ഞു ഇന്നർ കോർ ഖരാവസ്ഥയിലും ഔട്ടർ കോർ എങ്ങനെയാണ്, ദ്രാവകാവസ്ഥയിലുമാണെന്ന് പറഞ്ഞു. ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത് നിക്കലും അയണും ആണ് എന്നുള്ളത് കൊണ്ട് കോറിനെ നമ്മൾ നിഫെ എന്നും കൂടി വിളിക്കും. കോറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നിഫെ എന്നും കൂടി വിളിക്കും. നമ്മൾ സിയാലസീമയൊക്കെ പഠിച്ചില്ലേ, അതുപോലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഭൂമിയുടെ ഘടന. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം എന്താ പറയുക, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.